അപ്പൊ ഈ F40 ടെസ്റ്റ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ആസ്മയുടെ എത്രത്തോളം ലങ്സിനെ എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നത്. ഇപ്പൊ ഒരു കൊച്ചുമിടുക്കൻ ഒരു ചെറിയൊരാൾ അവിടെ ഇരിക്കുന്നത്. അപ്പൊ മോനെ ഇത് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നോർമലായിട്ട് ശ്വാസം വലിക്കണം. നമ്മൾ മൂക്കിൽ കൂടെ ശ്വാസം വലിക്കുന്നത് മൂക്ക് നമ്മളൊരു ക്ലിപ്പ് വെച്ചിട്ട് അടയ്ക്കും. എന്നിട്ട് വായക്കൂടെ നോർമലായിട്ട് ശ്വാസം വലിക്കണം. ആ ശ്വാസം വലിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ പണ്ടത്തെ ഫോണൊക്കെ വൈബ്രേറ്റ് ചെയ്യില്ലേ, അതുപോലത്തെ ഒരു ഒച്ച വരും. അങ്ങനെ ഒരു 1 മിനിറ്റ്. ഓക്കെ. യൂഷ്വലി നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് ഒരു 2-3 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഒരു ടെസ്റ്റ് ഏകദേശം നമുക്കൊരു 1 മിനിറ്റിന്റെ താഴെ 45 സെക്കൻഡ്സ് 50 സെക്കൻഡ്സ് അത്രയൊക്കെ എടുക്കുള്ളൂ. അപ്പൊ ടോട്ടൽ ടെസ്റ്റിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റ്സ് ആണ്. അപ്പൊ ഈ ടെസ്റ്റ് ഫസ്റ്റ് നമ്മളൊന്ന് ചെയ്തതിന് ശേഷം നമ്മളൊരു ഇൻഹേലർ കൊടുക്കും. ഒരു ബ്രോങ്കോ ഡയലേറ്റർ അല്ലെങ്കിൽ ഇൻഹേലർ കൊടുത്തതിന് ശേഷം 15 to 20 മിനിറ്റ്സിന് ശേഷം ആ ടെസ്റ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള ചേഞ്ചസ് അത് വെച്ചിട്ടാണ് നമുക്ക് ആ പേഷ്യന്റ് എത്രത്തോളം ഇൻഹേലർ യൂസ്ഫുൾ ആവും, ആളുടെ ശ്വാസകോശത്തിന് എത്രത്തോളം ആസ്മ അല്ലെങ്കിൽ അലർജി രോഗങ്ങൾ എഫക്ട് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് അങ്ങനെയാണ് അറിയാൻ സാധിക്കുക. ടെസ്റ്റ് ചെയ്യേണ്ട എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? എളുപ്പമാണോ ചെയ്യാൻ? ഓക്കെ.